Okay, so which of the following variables controls the physical properties of a perfect gas? Perfect gas എന്ന് പറയുന്നത് it is the same as an ideal gas. Ideal gas എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ ഫോളോ ചെയ്യുന്ന ഏതൊരു ഗ്യാസിനെയും ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. അതായത് പി വി ഇസിക്കൽ ടു എൻ ആർ ടി, അതിന്റെ പി എന്ന് പറയുന്ന പ്രഷർ, വി എന്ന് പറയുന്ന വോളിയം, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ആദ്യത്തെ മൂന്ന് ഓപ്ഷൻ എ പ്രഷർ, ഓപ്ഷൻ ബി ടെമ്പറേച്ചർ ആൻഡ് ഓപ്ഷൻ സി വോളിയം, ഈ മൂന്നെണ്ണം കൺട്രോൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ ഡി, അതായത് ആൾ ഓഫ് ദ അബവ് ആണ് കറക്റ്റ് ആൻസർ. Okay, so which of the following laws is applicable for behavior of a perfect gas? So first law എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ചാൾസ് ലോ പറയുന്നത് വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത് ഈ പറഞ്ഞത് ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കൂളർ ടെമ്പറേച്ചറിലാണെങ്കിൽ ബലൂണിന്റെ വലുപ്പം കുറവായിരിക്കും. അത് തന്നെ ഇപ്പോൾ ഒരു കൂടിയ ടെമ്പറേച്ചറിലാണെങ്കിൽ ബലൂണിന്റെ വലുപ്പം വലുതായിരിക്കും. ഇപ്പോൾ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ, അതിനാണ് വേറൊരു രീതിക്ക് V1/T1 is equal to V2/T2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ മൂന്നാമത്തെ ലോ ഗേജ്-ലുസാക്സ് ലോ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ ഇത് കാണിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഹീറ്റേ കൊടുക്കുന്നുള്ളൂ, ഒരു ക്യാൻഡിലേ ഉള്ളൂ. അതിന് റൈറ്റ് സൈഡിൽ 3 ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്, അതായത് കൂടുതൽ ഹീറ്റ് ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വയ്ക്കുന്ന മോളിക്യൂൾസ് അത്രയും മൂവ് ചെയ്യുന്നില്ല, റൈറ്റ് സൈഡിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിലുള്ള സംഭവത്തിൽ കുറവ് പ്രഷർ ഉള്ളൂ, റൈറ്റ് സൈഡിൽ കൂടുതൽ പ്രഷർ ഉണ്ട്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്ന സാധനം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നുള്ളത് കിട്ടി. അപ്പൊ ഈ മൂന്ന് ലോസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് പി വി ഇസിക്വൽ ടു എൻ ആർ ടി എന്ന് പറഞ്ഞ ലോ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ഗ്യാസ് ലോ ആണ് പെർഫെക്റ്റ് ഗ്യാസിന്റെ ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കറക്റ്റ് ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ അബവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ എസ്ഐ യൂണിറ്റ്സ് ഇസ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. യൂണിറ്റ് ഓഫ് മാസ് ഇൻ എസ് ഐ യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം, എസ് ഐ യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ്, എസ് ഐ യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ, എസ് ഐ യൂണിറ്റ് ഓഫ് എനർജി ജൂൾസ്. Okay, so the next question, according to the Gauss-Lussac law, for a perfect gas, the absolute pressure of a given mass varies directly as. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയായിരുന്നു Gauss-Lussac law എന്ന് പറയുമ്പോൾ pressure is directly proportional to absolute temperature when volume is kept constant. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട സെയിം എക്സാമ്പിൾ ആണ്. അപ്പോൾ ആ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ ഈ ഒരു പോർഷൻ്റെ ഉള്ള വോളിയം കോൺസ്റ്റന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്നേരമാണ് ഗേ-ലുസാക് ലോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ടെമ്പറേച്ചർ എന്ന് കാണുമ്പോൾ അപ്പം തന്നെ ഇത് കൊടുക്കരുത്, കാരണം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇഫ് വോളിയം ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്, അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി, absolute temperature if volume is kept constant. Okay, so the next question, an ideal gas as compared to a real gas at very high pressure occupies more volume, less volume, same volume, unpredictable behavior, no such correlation. Okay, ideal gas എന്ന് പറയുമ്പോൾ അതിനകത്ത് intermolecular forces between atoms ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ റിപ്പൾഷൻസും കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ റിയൽ ഗ്യാസിന്റെ കേസിൽ റിപ്പൾഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് റിയൽ ഗ്യാസിന്റെ കേസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് തമ്മിൽ റിപ്പൾഷൻ ഫോഴ്സ് ഉള്ളത് കൊണ്ട് വോളിയം, അതും ഹൈ പ്രഷർ ആകുമ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ അന്നേരം റിപ്പൾസീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് റിയൽ ഗ്യാസിന്റെ കേസിലാണ് കൂടുതൽ വോളിയം. ഇതിന്റെ ഓപ്ഷൻ ഐഡിയൽ ഗ്യാസ് വിൽ ബി ഹാവിംഗ് ലെസർ വോളിയം compared to a real gas at very high pressure. Next question, the general gas equation is PV is equal to nRT ആണ് ideal gas equation. General gas, അതായത് real gas equation എന്ന് പറയുന്നത് PV is equal to nRT, അതായത് ഓപ്ഷൻ ബി is the correct answer.